If I could hear my father's voice, he would tell me to move on. He would say I'll be just fine. Yeah, he would tell me we have time. ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലിവിംഗ് റൂം എപ്പോഴും നല്ല പോസിറ്റീവ് വാം ആൻഡ് കോസി ഫീലോടുകൂടി ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതോടൊപ്പം ഒരു ഈസി ടു മേക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കി റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹോം ഡെക്കറേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കും. പക്ഷെ അതെല്ലാം കൂടെ നിരത്തി വെക്കുമ്പം ഒരു ക്ലട്ടർ പോലെ ഫീൽ ചെയ്യും. പിന്നെ നമുക്കത് പൊടി തൂക്കാനൊക്കെ ഇരിക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മിനിമൽ ഡെക്കറേഷൻസ് വെക്കാം. അതുപോലെ തന്നെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിരത്തി ഇടാണ്ട് എല്ലാം ഉള്ളിലോട്ട് എടുത്ത് വെക്കുമ്പം കുറേ കൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലായിരിക്കും കിട്ടുക. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിന് പെട്ടെന്നൊരു വാം ഫീൽ, നല്ലൊരു ഗുഡ് ഫീൽ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് വെച്ചാൽ മാക്സിമം ലിനൻസ് അങ്ങോട്ട് ഇടുക എന്നുള്ളതാണ്. ലിനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കുഷൻ കവേഴ്സ്, ടേബിൾ ക്ലോത്ത്, നമ്മുടെ കോഫി ടേബിളിലാവാം, അല്ലെങ്കിൽ ടി വി ടേബിൾ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ, അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു ടി വി ടേബിളിൽ ഇടുന്നത് ശരിക്കും ഇതൊരു ടേബിൾ റണ്ണറാണ്. പക്ഷേ എൻ്റെ ടി വി ടേബിളിൽ നല്ല കറക്റ്റ് മാച്ചാണ് അതിൻ്റെ സൈസൊക്കെ. അപ്പം ഞാൻ അതിവിടെ ഇടുവാണ്. കുറച്ച് ഗ്രീൻ എലമെൻറ്റ് ഇൻഡോർ പ്ലാന്റ്സിലൂടെ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഉണ്ടാവാം. ടി വി സ്റ്റാൻഡിൻ്റെ മുകളിൽ ഞാൻ 2 ലെവലിലുള്ള ഇൻഡോർ പ്ലാന്റാണ് വെക്കുന്നത്. ഒരെണ്ണം കുറച്ച് ടോളും മറ്റേത് കുറച്ച് ഷോർട്ടും. ഒരേ ലെവലിൽ വെക്കാണ്ട് ഇതുപോലെ 2 ലെവലിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഉണ്ടാവാം. നല്ല കോട്ടൺ മെറ്റീരിയലുള്ള ടേബിൾ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും ലുക്ക് ഉണ്ടാവാം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പം കറിയുടെ മാർക്കും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഈ ടേബിൾ ക്ലോത്തിൻ്റെ മുകളിൽ ഇത് ഇടുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാനും എളുപ്പമുണ്ട്. പെട്ടെന്നൊരു ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഉണ്ടാക്കാം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടറിലോട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 1 എഗ്ഗും 1 ടീസ്പൂൺ വനില എസൻസും ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വേണം ചേർക്കാനായിട്ട്. ഞാനിതിലോട്ട് 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഒന്നര കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം ഒരു 10 മിനിറ്റ്സ്. എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഹാർഡാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് ഇതുപോലെ ഉരുളകളാക്കാം. ഒരു 24 ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ഒരു പാച്ച്മെൻറ്റ് ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ തണുക്കാനാക്കി വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. 1 മണിക്കൂറെങ്കിലും ഈ കുക്കി ഡോ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ബേക്ക് ചെയ്യാൻ പാടൂ. അല്ലെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഷേപ്പിൽ വരില്ല. അങ്ങനെ 1 മണിക്കൂർ ചില്ല് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അവൻ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം. എന്നിട്ടൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് വിരിച്ച്
ഇതിലോട്ട് നമുക്ക് എത്ര കുക്കീസ് ബേക്ക് ചെയ്യണം അത്രയും കുക്കീസ് നമുക്കിതിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 15 മുതൽ 18 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. എല്ലാ കുക്കീസും ഒറ്റയടിക്ക് ബേക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ബാക്കി വരുന്ന കുക്കീസ് 2-3 ബാച്ചസ് ആയിട്ട് ഇതുപോലത്തെ ഫ്രീസർ സേഫ് ആയിട്ടുള്ള സിപ്പ് ലോക്ക് ബാഗ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അത് സീൽ ചെയ്ത് നമുക്ക് ഫ്രീസ് ചെയ്യാം. അതായത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. 1 മാസത്തോളം ഫ്രീസ് ചെയ്യാം. എന്നിട്ട് എപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് കുക്കി ബേക്ക് ചെയ്യണോ ഇതെടുത്ത് അങ്ങോട്ട് ബേക്ക് ചെയ്താൽ മാത്രം മതി. ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ബേക്കിംഗ് ട്രേയിലോട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കുക്കി ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ലിവിങ് റൂമിൽ ഡാർക്ക് കേർട്ടൻസ് ഇടുന്നതിലും കുറേ കൂടെ ബെറ്റർ ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കേർട്ടൻസ് ഇടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വെളിച്ചം ഉണ്ടാവും, കുറച്ചും കൂടെ വലിപ്പം തോന്നും മുറിക്ക്, പിന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ ലുക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ തിന്നായിട്ടുള്ള കുഷൻസാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ ഒരെണ്ണത്തിൽ 2 വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കുഷൻ ലുക്കായിരിക്കും കിട്ടുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലിവിങ് റൂമിൽ എപ്പോഴും ഒരു ന്യൂട്രൽ ഷെയ്ഡുള്ള ഫർണിച്ചർ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ബേജ് ലൈറ്റ് ഗ്രേ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ക്ലീൻ ലുക്കായിരിക്കും കിട്ടുക. പിന്നെ അതാ നേരത്തെ ലിനൻസിൻ്റെ കാര്യം പറഞ്ഞോണം തന്നെ ഇതുപോലെ ടിഷ്യൂ ബോക്സ് കവേഴ്സും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതും കൂടി ഇടുവാണെങ്കിൽ ഒരു പേഴ്സണൽ ടച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ ലിവിങ് റൂമിൽ വാം ലൈറ്റ്സ് കൊടുക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ്.